കെറ്റി വാലിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അത്യാവശ്യം കുറേ റീൽസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പലവരും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കാറ്. കപ്പിൾസിനൊക്കെ പറ്റിയ നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് ഇവിടെ നന്നായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ പ്രകൃതി ഭംഗിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലിപ്പ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അത് അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നാൽ എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഈ ടനൽസ് ഇല്ലേ, ഇതിക്ക് വല്ലാതെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ല. കാരണം ഏത് നേരം വേണമെങ്കിലും ട്രെയിൻ വരാം. ട്രെയിൻ വന്നാൽ നിങ്ങൾക്ക് ഒന്ന് സൈഡായി നിൽക്കാൻ വല്ലാത്ത സ്ഥലമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. കാരണം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോയപ്പം ട്രെയിൻ വരുന്ന ഒച്ച കേട്ടിട്ട് വേഗം ഓടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടോയ് ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു പോകുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ ഇത്. വിഷ്ണുവിനൊരു കൊറിയൻ ബണ്ണ് മോദീസിന് വേണമെന്ന് ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് കൊറിയൻ ബണ്ണും ബൺ പിzzയും പിന്നെ നീർ ടിക്ക സാൻഡ്വിച്ച് എടുത്തു. അതോടെ എനിക്ക് ഒടുക്കത്തെ വയറുവേദനയായിരുന്നു. നേരെ മെഡിക്കൽ സ്റ്റോർക്ക് വിട്ടു.